കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീ ദുർഗായൈ നമഃ. നമ്മൾ 50ഉം 51ഉം ശ്ലോകങ്ങൾ ചൊല്ലി നിർത്തി. അപ്പം അതിൽ ബ്രഹ്മാവിൻ്റെ പകൽ കഴിയണ ആ പ്രളയത്തിൽ എല്ലാ സമുദ്രങ്ങളും ഒന്നായി അല്ലേ. എന്നിട്ട് ഭൂമി അതിൽ അലിഞ്ഞ് അത് ഭഗവാന്റെ അപ്പോൾ യോഗനിദ്രയാണ് ഭഗവാന്റെ ചെവികളിൽ അടിഞ്ഞു. അതാണ് കർണമലം. അപ്പോൾ ഭഗവാൻ കൈകൊണ്ട് തോണ്ടിയിട്ടപ്പോൾ അതൊന്നും ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നാലും ആ കൈകൊണ്ട് തോണ്ടിയിട്ടപ്പോൾ ഭഗവാന്റെ കരസ്പർശം കൊണ്ട് ചൈതന്യം ഉണ്ടായി. പിന്നെ പഞ്ചഭൂതങ്ങൾ നമ്മളെയൊക്കെ ദേഹം ഉണ്ടാക്കണ പോലെ പഞ്ചഭൂതങ്ങളാൽ ഉണ്ടാക്കിയ ആ അതിൽ നിന്ന് ഉത്ഭവിച്ച അസുരന്മാർക്ക് ഭഗവാന്റെ കരസ്പർശം കൊണ്ടുള്ള ചൈതന്യം കൊണ്ട് അവർ ജീവൻ ഉണ്ടായി, അവർ അസുരന്മാരായി. പിന്നെ ഈ കർണമലത്തു നിന്ന് അതുകൊണ്ടാണ് ആസുരി സ്വഭാവം ഉണ്ടായത് എന്നും, പിന്നെ മധു എന്ന് പറഞ്ഞാൽ മൃദു എന്ന് പറഞ്ഞാൽ അതായത് കൈടഭനെ നോക്കുമ്പോൾ കുറച്ച് മൃദുവായിട്ടുള്ള ആളാണ്, പക്ഷെ വലിയ ചൂരനാണെന്ന് അഹങ്കാരൻ്റെ. പിന്നെ കീടഭത്തിൽ നിന്നുണ്ടായത് ആളായതോ, കീടഭം വെച്ചാൽ ഈ കർണമലാണ്, വാക്സാണ്, അതിൽ നിന്നുണ്ടായ ആളാവുകൊണ്ട് നമ്മൾ പറഞ്ഞുവല്ലോ കൈടഭൻ എന്ന് പേര്. പിന്നെ കഠിനമായവെന്നും അർത്ഥം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അല്ലേ. പിന്നെ അത് കണ്ടിന്യൂവേഷന് വേണ്ടിയിട്ടാട്ടോ അതൊന്ന് ഓർമ്മിപ്പിക്കണത്. അതായത് ഞാൻ ഇപ്പോൾ എല്ലാ ദിവസവും ഇടുന്നില്ലല്ലോ, പോസ്റ്റ് ചെയ്യാത്തതുകൊണ്ടേ. അപ്പോൾ ചിലപ്പോൾ ഈ കണ്ടിന്യൂവേഷൻ ഇല്ലാണ്ടാവും, അതുകൊണ്ടാണത് പറഞ്ഞത്. ഇനി 52ഉം 53ഉം ഒന്നിച്ചാണ് കേട്ടോ. അപ്പം ഞാൻ അത് വായിക്കാം. സനാഭികമലേ വിഷ്ണോഹോ സ്ഥിതോ ബ്രഹ്മാ പ്രജാപതി ദൃഷ്ട്വാ താവസുരൗ ചോഗ്രൗ പ്രസുപ്തം ച ജനാർദ്ദനം തുഷ്ടാവയോഗനിദ്രാം താം ഏകാഗ്രഹൃദയസ്ഥിത പ്രബോധനാർത്ഥായ ഹരേർ ഹരിനേത്ര കൃതാലയം. അപ്പോൾ എന്നിട്ട് ഈ മധുകേടവന്മാർ പിന്നെന്താണ് ബ്രഹ്മാവിനെ വധിക്കാനായിട്ട് വന്നു എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഭഗവാന്റെ നാഭികമലത്തിലിരിക്കണ ബ്രഹ്മാവിനെ ഈ പിന്നെ ഭഗവാന്റെ വാക്സ് കർണമലത്തിൽ നിന്ന് ജനിച്ച ഈ അസുരന്മാരെ മധുവും കൈടഭനും നാഭികമലത്തിൽ ഉറങ്ങണ ബ്രഹ്മാവിനെ അല്ലെങ്കിൽ ഇരിക്കണ ബ്രഹ്മാവിനെ വധിക്കാൻ വന്നു എന്ന് പറഞ്ഞാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമുക്ക് 52ഉം 53ഉം അർത്ഥം നോക്കാം. എന്താ വെച്ചാൽ വിഷ്ണോഹോ നാഭികമലേ സ്ഥിത, വിഷ്ണുവിൻ്റെ പൊക്കിളിൻ്റെ അവിടെ നാഭിയിലെ പൊക്കിളിൻ്റെ അവിടെയുള്ള താമരയിൽ സ്ഥിതി ചെയ്യുന്ന സഹ പ്രജാപതി പ്രഭു ബ്രഹ്മ, ആ പ്രജാപതി ആയിട്ടുള്ള പ്രഭുവുമായിരിക്കുന്ന ബ്രഹ്മാവ്. ഉഗ്രൗ തൗ അസുരൗ ച, ഉഗ്രന്മാരായ ആ 2 അസുരന്മാരെയും കണ്ടു. എന്നിട്ടോ മാത്രമല്ല അവർ കണ്ട് ഭഗവാനോട് പേടിയപ്പോൾ ഭഗവാനെ സമീപിച്ചളയാമെന്ന്, ഭഗവാനെ ആശ്രയിക്കാം, ഭഗവാനോട് അയ്യോ പേടിയാവണി എന്നെ രക്ഷിക്കണമെന്ന് പറയാമെന്ന് വിചാരിച്ച് ഭഗവാനെ നോക്കിയപ്പോൾ എന്താ പ്രസുപ്തം ജനാർദ്ദനം ചതുഷ്ട, യോഗനിദ്രയിലായിട്ടുള്ള ഭഗവാനെയും കണ്ടു. അപ്പോൾ ഭഗവാനെ അങ്ങനെ ഉണർത്തണത് ശരിയല്ലല്ലോ. അപ്പോൾ ഇവരെ കണ്ടു പരിഭ്രമിച്ചു. പക്ഷെ ഭഗവാനെ ഉണർത്തിക്കളാച്ചാൽ ഭഗവാന്റെ അടുത്തേക്ക് പിന്നെ രക്ഷയ്ക്ക് പൊക്കളയാന്ന് വെച്ചാൽ ഭഗവാൻ ഉറങ്ങുകയാണ്. യോഗനിദ്രയിലുള്ള ഭഗവാനെയും കണ്ടു എന്ന പ്രസുപ്തം ജനാർദ്ദനം ചതുഷ്ട, യോഗനിദ്രയിൽ ആണ്ടുപോയ ഭഗവാനെ കണ്ടിട്ട് ഏകാഗ്രഹൃദയസ്ഥിത, ഏകാഗ്രമായിട്ടുള്ള മനസ്സോടെ ഹരിനേത്രകൃതാലയാം താം യോഗനിദ്രാം ഹരേഹേ പ്രബോധനാർത്ഥായ തുഷ്ടാവ. അതായത് വിഷ്ണുവിൻ്റെ ഹരിപന വിഷ്ണുവല്ലോ, വിഷ്ണുവിൻ്റെ കണ്ണിൽ നിദ്രാരൂപേണ സ്ഥിതി ചെയ്യുന്ന ആ ദേവിയെ എന്തിന് ഭഗവാനെ ഉണർത്താനായിട്ട് സ്തുതിച്ചു. നേരിട്ട് പോയി ഭഗവാനെയൊക്കെ ഉണർത്തു വയ്ക്കുമോ? അപ്പോൾ നിദ്രാദേവിയുടെ രൂപത്തിൽ ഭഗവാന്റെ കൺകളിൽ സ്ഥിതി ചെയ്യുന്ന
ഈ യോഗമായ ദേവിയെ സ്തുതിച്ചു. എന്തിന്? ഒന്ന് ഭഗവാനെ ഉണർത്തു, എന്നെ ഈ മധുകേടഭന്മാരിൽ നിന്ന് രക്ഷിക്കൂ എന്ന് പറയാനായിട്ട് സ്തുതിക്കുകയാണ്. അങ്ങനെ ആ അസുരന്മാരെ എന്നെ കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് തുഷ്ടാവാച്ച എന്താ സ്തുതിച്ചു. ആരെ സ്തുതിച്ചത്? യോഗനിദ്രാരൂപത്തിലുള്ള ഭഗവതിയെ സ്തുതിച്ചു. എന്തിന്? അല്ല, എവിടെ സ്ഥിതി ചെയ്യുന്ന? ഹരിയുടെ നേത്രത്തിൽ. എന്തിന് സ്തുതിച്ചു? പ്രബോധനാർത്ഥായ, ഉണർത്താൻ. ഭഗവാനെ ഉണർത്തിയിട്ട് എനിക്ക് രക്ഷ വേണമെന്ന് പറയാൻ വേണ്ടി സ്തുതിക്കുകയാണ്, ഭഗവതിയെ സ്തുതിക്കുകയാണ്. അപ്പം ഇതിൽ ഉഗ്രൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. എന്താ വെച്ചാൽ ഈ എന്താണ്, മനസ്സ് കഠിനമായിട്ടുള്ള ആളെ, മനസ്സ് കഠിനമാണ് പക്ഷെ അതൊന്നും പ്രവൃത്തിയിലോ അല്ലെങ്കിൽ വാക്കിലോ കാണിക്കാത്ത മനസ്സ് കഠിനമായിട്ടുള്ള ആളെ രൗദ്രൻ എന്നാണ് അത്ര പറയുക. പിന്നെ ആ കഠിനമായ മനസ്സുള്ള ആൾ കഠിനമായ വാക്കുകളും പറയുന്നുണ്ടെങ്കിൽ അയാളെ ക്രൂരൻ എന്ന് പറയത്രേ. മാത്രമല്ല, കഠിനമായ മനസ്സും കഠിനമായ വാക്കുകളും കഠിനമായ പ്രവൃത്തിയുമുള്ള ആളാച്ചാൽ ഘോരൻ പറയും. അല്ലെങ്കിൽ അപ്പോൾ ഇങ്ങനെ മനസ്സും വാക്കും കർമ്മവും കഠിനമായിട്ടുള്ള ഒരാളെയാണ് അത്ര ഉഗ്രൻ എന്ന് പറയുക. അതായത് രൗദ്രൻ്റെയും ക്രൂരൻ്റെയും ഘോരൻ്റെയും ഒരു മിശ്രിതാണ് ഉഗ്രൻ. ഉഗ്രൻ എന്നാണ് ഏറ്റവും ചീത്ത വാക്ക് അതിലിപ്പോൾ, അല്ലേ? ക്രൂരൻ പറഞ്ഞു, അല്ല രൗദ്രൻ പറഞ്ഞു വെച്ചാൽ മനസ്സ് കഠിനമാണ്, മിണ്ടാണ്ടിരിക്കുക എന്ന് വിചാരിക്കാം. പിന്നെ നിർദ്ദയമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞ ആളാണെന്ന് വെച്ചാലോ ക്രൂരൻ എന്ന് പറയാം. പ്രവൃത്തി നിർദ്ദയമായിട്ടുള്ള ചെയ്യുന്നുണ്ടെങ്കിൽ ഏത്? ഘോരൻ എന്ന് പറയാം. പക്ഷെ ഇത് മൂന്നും കൂടി ചേരുമ്പോഴത്തെ ആളാണ് ആര്? കഠിന മനസ്സാണ്, കഠിനാണ് വാക്കുകൾ, കഠിനാണ് അയാളുടെ പ്രവൃത്തി. അങ്ങനെയുള്ളവരെയാണ് ഉഗ്രൻ എന്ന് പറയാം. അപ്പം ഈ അസുരന്മാർ അത്ര ചീത്തയാ. രൗദ്രൻ മാത്രമല്ല, പിന്നെ ക്രൂരൻ മാത്രമല്ല, ഘോരൻ മാത്രമല്ല, ഉഗ്രനാണ്. ഇത് മൂന്നും കൂടിയിട്ടുള്ളവരാണെന്നാണ് കൂടി അർത്ഥമുണ്ട്. അപ്പം അത്ര ആസുരി സ്വഭാവമുള്ളവരാണ് ഈ മധുകേടഭന്മാർ. അപ്പോൾ ഭഗവാനോട് എന്നെ രക്ഷിക്കണേന്ന് അപേക്ഷിക്കാൻ ഇവരെ കണ്ടപ്പോൾ പേടിയായി ബ്രഹ്മാവിന്. എന്നാൽ കൊല്ലാനല്ലേ വരണേ, പേടിയെ വേണ്ടിയിരിക്കില്ലല്ലോ. എന്നാൽ ഭഗവാനോട് രക്ഷിക്കണമെന്ന് അപേക്ഷിക്കാൻ വേണ്ടി ഭഗവാനെ നോക്കിയപ്പോൾ എന്താ? ഭഗവാൻ യോഗനിദ്രയിലാണ്. എങ്ങനെ വിളിച്ചോണത്ത ഭഗവാനെയൊക്കെ? അപ്പോൾ നിദ്രാരൂപേണ ഭഗവാന്റെ കണ്ണുകളിൽ വസിക്കണ ദേവിയെ സ്തുതിച്ച് ഭഗവാനെ ഉണർത്താൻ പ്രാർത്ഥിക്കുകയാണ്. നിദ്രാരൂപേണയാണ് ഭഗവാന്റെ കണ്ണിൽ ദേവി വസിക്കണേ. ഈ യോഗനിദ്ര എന്ന് പറയുന്ന ദേവി ഉണ്ടല്ലോ, യോഗനിദ്രയിൽ നിദ്രാരൂപത്തിലുള്ള ദേവി തമോ ഗുണപ്രധാനിയായിട്ടുള്ള മഹാകാളിയാണത്രേ. അതായത് എന്താ അറിയോ, തമോ ഗുണം, ഉറക്കം തമോ ഗുണത്തിൻ്റെ ലക്ഷണമാണല്ലോ. അതുകൊണ്ടാണ് നിദ്രാരൂപിയായിട്ടുള്ള ഭഗവതിയെ തമോ ഗുണപ്രധാനിയായിട്ട് കാണുന്നത്. വെച്ചാൽ ഈ ആലസ്യം, നിദ്ര ഒക്കെ നമ്മൾ തമോ ഗുണപ്രധാനികൾക്കുള്ളതായിട്ട് പറയൂലോ നമ്മൾ. അപ്പോൾ ഈ നിദ്രാരൂപത്തിലുള്ള ഭഗവതിയെ തമോ ഗുണപ്രധാനിയായിട്ടുള്ള ഭഗവതി ആവുകൊണ്ടാണ് മഹാകാളിയായിട്ട് പറയണത്. അപ്പോൾ അങ്ങനെയുള്ള അത് പറഞ്ഞിട്ടില്ല കേട്ടില്ല, തമോ ഗുണപ്രധാനിയായിട്ടുള്ള അല്ലെങ്കിൽ നിദ്രാരൂപത്തിലുള്ള ഭഗവതിയെ സ്തുതിച്ചു. എന്തിന്? ഭഗവാനെ ഉണർത്തി എന്നെ രക്ഷിക്കേണ്ട ആളാണ് ഉറങ്ങണത്. അപ്പോൾ ഒന്ന് ആ ഭഗവാനെ ഉണർത്തണേന്ന് സ്വയം ഉണർത്താതെ എന്ത് ചെയ്തു? നിദ്രാരൂപത്തിലെ ഭഗവാന്റെ കൺകളിൽ വസിക്കുന്ന യോഗമായ ദേവിയെ സ്തുതിച്ചു. ഇനി ആ സ്തുതിയാണ്, ആദ്യത്തെ സ്തുതിയാണ് കേട്ടോ. 1-ാം അധ്യായത്തിലാണ് ആദ്യത്തെ സ്തുതി. 55-ഉം 56-ാണ്. ദൈവമാത്മ്യം നിറച്ച് സ്തുതി ഉണ്ടെന്ന് നമുക്കറിയാലോ. അതിലത്തെ ആദ്യത്തെ സ്തുതി ആണ് 55-ഉം 56-ഉം ഒക്കെ നമ്മൾ വായിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ പിന്നെ എന്താണ്, ഭഗവാനോട് രക്ഷിക്കാൻ അപേക്ഷിച്ച് നോക്കും. ഭഗവാൻ ഉറങ്ങണ കണ്ടപ്പോൾ ബ്രഹ്മാവ് നിദ്രാരൂപത്തിൽ വസിക്കുന്ന ആ ഭഗവതിയെ സ്തുതിച്ചു എന്നാണ് ഈ 52-ഉം 53-ഉം. ഇനി അതായത് 54 തന്നെ സ്തുതിയാണ് കേട്ടോ. 54, 55, 56 ഒക്കെ സ്തുതിയാണ്. ആദ്യത്തെ സ്തുതി ദൈവമഹാത്മ്യത്തിൽ കേട്ടോ. അപ്പം ഞാൻ 52, 53 വായിച്ച് നമുക്ക് 54-ലേക്ക് പോവാം. സനാഭികമലേ വിഷ്ണോഹോ സ്ഥിതോ ബ്രഹ്മാ പ്രജാപതി
ദൃഷ്ട്വാ താവസുരൗ ചോഗ്രൗ പ്രസുപ്തം ജനാർദ്ദനം തുഷ്ടാവയോഗനിദ്രാം താം ഏകാഗ്രഹൃദയസ്ഥിത പ്രബോധനാർത്ഥായ, അതായത് ഭഗവാനെ ഉണർത്താൻ, പ്രബോധനം ചെയ്യാച്ചാൽ ഉണർത്താൻ, ഹരേർ ഹരിനേത്രകൃതാലയം. അങ്ങനെ ഭഗവതി സ്തുതിച്ചു. എന്താ സ്തുതിച്ചത്? 54. വിശ്വേശ്വരീം ജഗദ്ധാത്രീം സ്ഥിതി സംഹാരകാരിണീം സ്തൗമി നിദ്രാം ഭഗവതിം വിഷ്ണോരതുല തേജസ. അഹം വിഷ്ണോः നിദ്രാം ഭഗവതീം സ്തൗമി. ഞാൻ വിഷ്ണുവിൻ്റെ നിദ്രയെ, അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ നേത്രങ്ങളിൽ യോഗനിദ്രാരൂപത്തിൽ ചെയ്യുന്ന ദേവിയെ സ്തുതിക്കുന്നു. ആ ദേവി എങ്ങനെയുള്ള ദേവിയാണ്? വിശ്വേശ്വരിയും. ഈ വിശ്വത്തിൻ്റെ മുഴുവൻ ഈശ്വരിയാണ് എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ത്രിമൂർത്തികൾക്കും ഈശ്വരിയാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് പോലും ഈശ്വരിയാണ്. എന്ന് പറഞ്ഞാൽ വിഷ്ണുൻ്റെ സ്വസ്വരൂപത്തിൽ ശക്തിയാണല്ലോ. അപ്പോൾ വിഷ്ണു മായയാണ്. പക്ഷേ ഈ സ്ഥിതിക്ക് വേണ്ടിയിട്ടൊരു സത്വഗുണം സ്വീകരിച്ചിട്ടാണല്ലോ സൃഷ്ടി, സ്ഥിതിക്ക് വേണ്ടി വിഷ്ണു. അപ്പോൾ അങ്ങനെയും പറയാം. ത്രിമൂർത്തികളും കൂടിയും ഈ, അതാണ് വിശ്വേശ്വരിയും പറഞ്ഞത്, ത്രിമൂർത്തികളും കൂടിയും ഇവൾക്ക് അധീനയാണ് എന്ന് പറയാൻ വയ്യ. എന്താച്ചാൽ വിഷ്ണു മായയാണ്. അപ്പം ബ്രഹ്മാവിനും ശിവനും കൂടിയും ഈശ്വരിയാണ്. വിഷ്ണുവിൻ്റെ ഈശ്വരി എന്ന് പറയാൻ പാടില്ലല്ലോ. അപ്പം അത് ശരിക്കും ത്രിമൂർത്തികൾക്ക് അധീനയെന്ന് പറയാൻ കാരണം വിഷ്ണു പിന്നെ എന്തായാലും എൻ്റെ ശക്തി തന്നെയാണ്, ഞാൻ സൃഷ്ടിക്കാൻ സമ്മതിച്ചല്ലോ എന്ന്. അപ്പം പിന്നെ ഞാൻ സ്ഥിതി ഈ യോഗമായുടെ ഇഷ്ടം പോലെ ചെയ്തോളാന്ന് വിചാരിക്കുന്നുണ്ടാവും എന്തായാലും. അപ്പോൾ വിശ്വേശ്വരിയാണ് ഒന്ന്. പിന്നെയോ ജഗത് ധാത്രിയാണ്. ഈ ജഗത്തിൻ്റെ മുഴുവൻ ധാത്രിയാണ് എന്ന് പറഞ്ഞാലോ ഈ 14 ലോകങ്ങൾക്കും ആധാരഭൂതയാണ്. പറഞ്ഞില്ലേ, സബ്സ്ട്രാറ്റം എന്നൊക്കെ നമ്മൾ പറഞ്ഞുല്ലോ. അപ്പം ജഗത്തിൻ്റെ മുഴുവൻ ധാത്രിയാണ്, ധരിക്കുന്നവളാണ്. ജഗത്തിനെ ധരിക്കുന്നവളാണ്, മീൻസ് ധാത്രിയാണ്, അല്ലെങ്കിൽ ജഗത്തിൻ്റെ മുഴുവൻ ആധാരമാണെന്നൊക്കെ പറയാം. പിന്നെയോ സ്ഥിതി സംഹാരകാരിണിയും, പരിപാലനത്തിനും സംഹാരത്തിനും ഒക്കെ ഉത്തരവാദിയാണ്. സൃഷ്ടിസ്ഥിതി സംഹാരത്തിനൊക്കെ ഉത്തരവാദിയാണ്. പിന്നെയോ എന്നാൽ അതുല തേജഹ വിഷ്ണു. എന്നാൽ വിഷ്ണുവിൻ്റെ അത്ര വരുമോ? ഇല്ല. വിഷ്ണുവിൻ്റെ അത്ര തേജസ് പറയൂല്ല. കാരണം വിഷ്ണുവിൻ്റെ തേജസ് അതുല്യാണ്. ദേവിക്കും നല്ല തേജസ്സുണ്ട്. പക്ഷേ വിഷ്ണോഹോ അതുല തേജസ്സാന്ന് തന്നെ പറയണം. അതുല തേജസ്സിനാണ് വിഷ്ണു. വിഷ്ണുവിൻ്റെ തേജസ്സിന് സമായിട്ട് ഒരു തേജസ് ആർക്കും ഇല്ല. വിഷ്ണു മായയ്ക്ക് ഉണ്ടാവാൻ വയ്യല്ലോ. വിഷ്ണുവിൻ്റെ തേജസ് വിഷ്ണുവിൻ്റെ ശക്തിക്ക് ഉണ്ടാവില്ലല്ലോ ഒരിക്കലും. വിഷ്ണുവിൻ്റെ ശക്തിയാണ് ഭഗവതി. അപ്പോൾ അതുല തേജസ്സുള്ള വിഷ്ണു, അതുലം എന്ന് പറഞ്ഞാൽ എന്താ? സാദൃശ്യമില്ലാത്ത എന്നല്ലേ അർത്ഥം. അപ്പോൾ അതുല തേജസ്സായിട്ടുള്ള വിഷ്ണുവിൻ്റെനേക്കാളും തേജസ് എന്ന് പറയൂല്ല. വിഷ്ണോഹോ അതുല തേജസ്സാന്നാണ്. അപ്പം വിഷ്ണുവിന് അതുല്യമാണ് തേജസ്. അതിലും മീതെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് പറയണില്ല എന്ന്. അതാണ് അതിൽ പറയണത്. അത്ര തേജസ്വിയാണ് ആര്? ഭഗവതി. അങ്ങനെയാണ് ഭഗവതിയെ സ്തുതിക്കണം. വിശ്വേശ്വരി, ജഗദ്ധാത്രി, സുസ്ഥിതി സംഹാരകാരിണി, ഞാൻ നിദ്രാരൂപത്തിലുള്ള ഭഗവതി, അഹം സ്തൗമി പറഞ്ഞാലോ ഞാൻ സ്തുതിക്കുന്നു. വിഷ്ണു ഒരതുല തേജസ്സ. വിഷ്ണുവിൻ്റെ തേജസ്സിന് സദൃശമല്ലെങ്കിലും വിശ്വേശ്വരിയും ജഗദ്ധാത്രിയും സ്ഥിതി സംഹാരകാരിണിയായിട്ടുള്ള ആ ദേവിയെ നിദ്രാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന, അതായത് അതുല്യ തേജസ്സുള്ള വിഷ്ണുവിൻ്റെ നേത്രങ്ങളിൽ നിദ്രാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന വിശ്വേശ്വരിയും ജഗദ്ധാത്രിയും സ്ഥിതി സംഹാരകാരിണിയും ആയ ആ ദേവിയെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങനെയാണ് കേട്ടോ. അതായത് അതുല്യ തേജസ്സോടു കൂടിയ വിഷ്ണുവിൻ്റെ കണ്ണിൽ നിദ്രാരൂപത്തിൽ വസിക്കുന്ന
പിന്നെ വിശ്വേശ്വരിയാണ് ജഗദ്ധാത്രിയാണെന്ന് അങ്ങനെയാണ് സ്തുതിക്കണം കേട്ടോ. വിശ്വേശ്വരീം ജഗദ്ധാത്രിം സ്ഥിതി സംഹാരകാരിണീം സ്തൗമി നിദ്രാം ഭഗവതിം വിഷ്ണോരതുല തേജസ. അങ്ങനെ ഇനി നമുക്ക് അടുത്ത 2 ശ്ലോകം കൂടിയും ചെയ്യാം. എന്താണ് 55ഉം 56ഉം. ത്വം സ്വാഹ ത്വം സ്വധാ സ്വധാ ത്വം ഹി വഷട്കാര സ്വരാത്മിക സുധാ ത്വമക്ഷരേ നിത്യേ ത്രിധാ മാത്രാത്മികാ സ്ഥിതാ അർദ്ധമാത്രാ സ്ഥിതാ നിത്യ യാനുച്ചാര്യാ വിശേഷത ത്വമേവ സന്ധ്യാ സാവിത്രീ ത്വം ദേവജനനീ വരാ. അപ്പോൾ എന്താണ് പിന്നെയും സ്തുതി പിന്നെ കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. അതാണ് എന്തായാലും ഞാൻ വരട്ടെ. ഇനി അത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. എനിക്ക് എത്ര മനസ്സിലായിരുന്നു എന്ന് തന്നെ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചെറിയ പരിമിതമായ അറിവ് വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതിൽ ത്വം സ്വാഹ, അവിടുന്ന് സ്വാഹയാകുന്നു. സ്വാഹ ചിലത് നമ്മൾ ഈ എന്താണ് നേദിക്കൊക്കെ ചെയ്യുമ്പോൾ പ്രാണായ സ്വാഹ അപാനായ സ്വാഹ അങ്ങനെ പറയൂല. അതായത് ദേവന്മാരെ പൂജിക്കണ മന്ത്രമാണ് സ്വാഹ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത് വെച്ചാൽ അങ്ങ് സ്വാഹയാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദേവി മന്ത്രരൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട്, ഒരു മന്ത്രത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട്, അല്ലെങ്കിൽ മന്ത്രരൂപത്തിൽ ഇരുന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, സൂക്ഷ്മരൂപി തന്നെയാണല്ലോ. അപ്പോൾ ദേവി മന്ത്രരൂപത്തിൽ സൂക്ഷ്മരൂപിയായിട്ട് അവിടെ വർത്തിച്ചിട്ട് എന്താ ചെയ്യുക? ഈ സാധകന്മാർക്ക് ഏത് ദേവനെയാണോ നമ്മൾ പ്രാർത്ഥിക്കണ ആ ഭഗവാന്റെ അനുഗ്രഹം ഈ സാധകനിൽ ചൊരിയിക്കണ ശക്തിയാണ് ദേവി. അതായത് ഇപ്പോൾ നമ്മൾ പ്രാണായ സ്വാഹ അപാനായ സ്വാഹ വ്യാനായ സ്വാഹ ഉദാനായ സ്വാഹ സമാനായ സ്വാഹ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദേവന്മാരെ പൂജിക്കണ്ടല്ലോ. ആ മന്ത്രം തന്നെയാണ് ദേവി. ആ മന്ത്രമായിട്ട് വർത്തിച്ചിട്ട്, ആ മന്ത്രമായി എക്സിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഏത് ദേവന്മാരെ പൂജിക്കണോ അവരുടെ അനുഗ്രഹം നമ്മളിലേക്ക് വർഷിക്കുകയാണ് ദേവി ചെയ്യണത്. അപ്പോൾ ആക്ച്വലി ഷീ കണക്ട്സ് അസ്, കണക്റ്റ് ചെയ്യണം നമ്മളെയും ദേവന്മാരെയും നമ്മൾ ഈ പൂജ ചെയ്യുമ്പോൾ. അപ്പോൾ സ്വാഹ എന്ന് പറഞ്ഞ് പൂജ ചെയ്യുമ്പോൾ ആ സ്വാഹ എന്നുള്ള മന്ത്രം തന്നെ ദേവിയാണ്. മീൻസ് നമ്മളെ ദേവന്മാർ, നമ്മൾ ആരെ പിന്നെ പ്രാർത്ഥിക്കണോ ആ ദേവന്മാരെ ആയിട്ട് നമ്മളെ കണക്ട് ചെയ്തിട്ട് അവർ വർഷിക്കുന്ന അനുഗ്രഹം നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ഒരു എന്താ പറയുക, ഒരു ബ്രിഡ്ജ് പോലെയാണ് ദേവി സ്വാഹയായിട്ട് വർത്തിക്കുന്നത് എന്ന്. പിന്നെയോ സ്വാഹ എന്നുള്ളത് ദേവന്മാർക്കുള്ള പൂജാമന്ത്രമാണെങ്കിൽ ദേവി മന്ത്രരൂപത്തിൽ. ത്വം സ്വധ, അങ്ങ് സ്വധയാണ്. എന്താ വെച്ചാൽ പിതൃപൂജാ മന്ത്രമാണ് സ്വധ. നമ്മൾ ഈ തർപ്പണത്തിനൊക്കെ സ്വധാം തർപ്പയാമി എന്ന് പറയുമല്ലോ, സ്വധാം തർപ്പയാമി. അപ്പോൾ പിതൃക്കൾക്കുള്ള പൂജയുടെ മന്ത്രമാണ് ശരിക്കും സ്വധ എന്ന് പറയുന്നത്. അപ്പോൾ പിതൃക്കൾക്ക് പൂജ ചെയ്യുമ്പോൾ ഭഗവതി ആ സ്വധയുടെ രൂപത്തിൽ, മീൻസ് പിതൃമന്ത്ര രൂപത്തിൽ വർത്തിച്ച് നമുക്ക് പിതൃക്കളുടെ അനുഗ്രഹം നൽകണു. അപ്പോൾ ദേവി നമ്മളും ദേവന്മാരുമായിട്ടുള്ള ബ്രിഡ്ജ് ആണ്. നമ്മളും പിതൃക്കളുമായിട്ടുള്ള ബ്രിഡ്ജായിട്ട് വർത്തിക്കും. നമ്മൾ പിതൃക്കളെ പ്രാർത്ഥിക്കുമ്പോൾ, ദേവന്മാരെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും ദേവന്മാരുമായിട്ടുള്ള സ്വാഹ എന്നുള്ള മന്ത്രമായിട്ട് വർത്തിച്ച് നമ്മളെ അനുഗ്രഹിക്കും, അവരുടെ അനുഗ്രഹം നമുക്ക് നൽകും. പിതൃപൂജ ചെയ്യുമ്പോൾ സ്വധയായിട്ട് നിന്ന് നമുക്ക് പിതൃക്കളുടെ അനുഗ്രഹം നൽകും. പിന്നെയോ ത്വം ഹി വഷട്കാരഹ, ഹവിസ്സർപ്പിക്കാനുള്ള മന്ത്രമാണ് വഷട്കാരെന്ന് പറയണത്. അതായത് ഇപ്പോൾ ഈ യാഗമൊക്കെ ചെയ്യുമ്പോഴേ അതാണ്. ഇപ്പം നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിലൊക്കെ ഉണ്ടല്ലോ വഷട്കാരനാണ് ഭഗവാൻ എന്നൊക്കെ ഉണ്ടല്ലോ. അതായത് എല്ലാം ഭഗവാനാണല്ലോ, അതുപോലെ പറയണത് തന്നെ. അപ്പോൾ ഇതിലും അതെ, വഷട്കാര ഹവിസ്സർപ്പിക്കുമ്പോഴുള്ള മന്ത്രമാണ്. അപ്പോൾ അപ്പോഴും ദേവന്മാരും നമ്മളും ആയിട്ട് ഉള്ള മന്ത്ര ആയിട്ട് എക്സിസ്റ്റ് ചെയ്തിട്ട് വർത്തിച്ചിട്ട് നമ്മളെ അനുഗ്രഹിക്കണു. ആർക്ക് ഹവിസ്സർപ്പിക്കണോ ആ ദേവൻ്റെ
അനുഗ്രഹം നമുക്ക് വർഷിക്കണം. അപ്പോൾ വഷട്കാരവും അങ്ങനെയാണ്. അതെല്ലാം ഭഗവതി തന്നെയാണെന്ന് പറയാം. സ്വരാത്മിക. അപ്പോൾ ഈ വേദമന്ത്രങ്ങൾക്കൊക്കെ സ്വരങ്ങളുണ്ടല്ലോ, ഉദാത്തം അനുദാത്തം എന്നൊക്കെ പറഞ്ഞിട്ട് ആ മന്ത്രങ്ങളുടെ സ്വരവും അങ്ങനെയാണ്. സുധാത്വം. പിന്നെയോ ഈ പിന്നെ അമരത്വം നൽകുന്ന അമൃതുണ്ടല്ലോ അല്ലേ, അതായത് മരണമില്ലാതാക്കാവുന്ന ഒരു സാധനമാണല്ലോ അമൃതം നമ്മൾ പറയൂലോ. അതുണ്ടാവുകൊണ്ടാണല്ലോ ദേവന്മാർ അമരന്മാരായത്. അപ്പോൾ മരണത്തിനെ തടുക്കണ ഒരു കാര്യമാണ് അമൃതം. അപ്പോൾ ആ അമൃതം ഭഗവതി തന്നെയാണ്. സ്വാഹതേ സ്വധേതേ വഷട്കാരതേ. പിന്നെയോ അമൃതവും സുധയും അമരത്വം നൽകണ അമൃതാണ് അങ്ങ്. പിന്നെയോ നിത്യേ അക്ഷരേ ത്രിധ മാത്രാത്മിക സ്ഥിത. ഈ നിത്യമായിട്ടുള്ള അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താ, നാശമില്ലാത്ത അക്ഷരബ്രഹ്മം. നമ്മൾ ഭഗവത്ഗീതയിലുണ്ടല്ലോ, ആ അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താ, അക്ഷരമില്ലാത്ത, ഒരിക്കലും നാശമില്ലാത്ത നിത്യമായിട്ടുള്ള അക്ഷരമായിട്ടുള്ള ഏത് പ്രണവം, ഓം. അതിൽ പ്രണവത്തിൽ നമ്മളൊക്കെ ധരിച്ചിട്ടുണ്ടല്ലോ, അകാരവും ഉകാരവും മകാരവും കൂടി ചേർന്നിട്ടാണ് പ്രണവം ഉണ്ടാവുക എന്ന്. ആ 3 മാത്ര എന്ന് പറയുക അതിന്. അകാരത്തിനെയും ഉകാരത്തിനെയും മകാരത്തിനെയും 3 മാത്രകളെന്നാണ് പറയുക. അപ്പം അത് ചേർന്നിട്ടാണ് ഓം എന്നുള്ള ശബ്ദം ഉണ്ടാവണത്. അപ്പോൾ ഇവിടെ പറയണത് എന്താ വെച്ചാൽ, ആ നിത്യാക്ഷരമായ പ്രണവത്തിൽ അകാരവും ഉകാരവും മകാരവും ആയിട്ടുള്ള 3 മാത്രാരൂപേണ പ്രണവത്തിൽ സ്ഥിതി ചെയ്യുന്നതും അങ്ങ് തന്നെ, ദേവി തന്നെ. ഒരു പ്രണവം എടുത്താൽ അതിലെ 3 പിന്നെ മാത്രകളെ കൊണ്ടാണ് പ്രണവം നമ്മൾ ധരിച്ചിട്ടുണ്ടല്ലോ, അകാരവും ഉകാരവും മകാരവും. ആ 3 മാത്രകളായിട്ട് പ്രണവത്തിൽ വർത്തിക്കുന്നതും ദേവിയാണ്. ഇനിയോ നിത്യ അർത്ഥമാത്രാസ്ഥിത. പിന്നെ ഓം എന്ന് എഴുതുമ്പോഴേ, ഓം ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ മുകളിലൊരു ചന്ദ്രക്കല ഒരു കുത്തുണ്ടല്ലോ അല്ലേ, ഓം എന്നുള്ളതിന്. ആ അർത്ഥമാത്ര എന്നാണ് അതിന് പറയുക ചന്ദ്രക്കലയ്ക്ക്. ആ അർത്ഥമാത്രയും ദേവിയാണ്. പിന്നെയോ ആ ബിന്ദു, അതെ ഒരു കുത്തുണ്ടല്ലോ, അതും ഭഗവതി തന്നെയാണെന്ന്. അപ്പോൾ ഈ മാത്രമല്ല, അപ്പോൾ ഈ നമുക്ക് 3 പിന്നെ അവസ്ഥകളാണല്ലോ ഉള്ളത്, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. അതാണത്തെ ഈ 3 മാത്രകൾ പിന്നെ കുറിക്കണത്, കാണിക്കണത്. ഈ ആ ഉ അല്ല ആ ഉ മ എന്നുള്ള 3 എണ്ണം ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നുള്ള 3 അവസ്ഥകളെയാണ് അത്ര കാണിക്കണേ. അങ്ങനെയാണെങ്കിൽ ഈ അർദ്ധമാത്രം ഉണ്ടല്ലോ, ചന്ദ്രക്കലയും കുത്തും ഈ 3 അവസ്ഥയ്ക്കും അതീതമായിട്ടുള്ള 4ാമത്തെ അവസ്ഥയാണ് തുരീയാവസ്ഥ. അതിനെയാണ് അത്ര കുറിക്കണത് ഏത്, ഈ അർദ്ധമാത്ര. അപ്പോൾ തുരീയാവസ്ഥയിൽ ഈ അകാരവും ഉകാരവും മകാരവും നമുക്ക് ഉച്ചരിക്കാൻ തന്നെ സാധ്യമല്ല എന്നാണ്. അതായത് നമ്മൾ ഈ 3 അവസ്ഥയിൽ നിന്നും അതീതമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്ക് ബ്രഹ്മത്തിൽ വർത്തിക്കുക എന്ന് തന്നെയാണ്. നമ്മൾ ആ സച്ചിദാനന്ദത്തിൽ വർത്തിക്കുമ്പോൾ പിന്നെ ശബ്ദമൊന്നുമില്ല. ശബ്ദമൊക്കെ ഈ തമോ ഗുണത്തിൽ നിന്നുണ്ടായതല്ലേ. ആ അകാരം ഉകാരം മകാരം ഒക്കെ ശബ്ദങ്ങൾ മുഴുവൻ പിന്നെ ഈ നമ്മളെ ലോകത്തിലത്തെയാണ്. ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയൊക്കെ ഈ നമുക്ക് പരിചയമുള്ള ഈ ദൃശ്യപ്രപഞ്ചത്തിലത്തെയാണ്. പക്ഷെ പരമാത്മ ചൈതന്യം എവിടെയാണ്? അതിന് അതീതമായിട്ടുള്ള തുരീയ എന്ന് പറഞ്ഞാൽ തന്നെ 4ാമത്തെ അവസ്ഥ എന്നർത്ഥം. അപ്പോൾ തുരീയാവസ്ഥയിലാണ് ഈ പരമാത്മ ചൈതന്യം. തുരീയാവസ്ഥയിലാവുമ്പോൾ അകാരവും ഉകാരവും മകാരവും ഒന്നും ഇല്ല, അത് ഉച്ചരിക്കാൻ തന്നെ പറ്റില്ല. മീൻസ് എന്താ അർത്ഥം? 3 അവസ്ഥയ്ക്കും അതീതമായിട്ടുള്ളതാണ്. അതാണ് അതും ദേവി തന്നെയാണെന്ന് പറയുകയാണ്. അതായത് ദേവി ഭഗവാന്റെ ശക്തിയാണ്. അപ്പോൾ ഈ ദൃശ്യപ്രപഞ്ചത്തിൽ ആവുമ്പോൾ ദേവി ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും ആയിട്ട് ഈ അകാരവും ഉകാരവും മകാരവും ഒക്കെ ആയിട്ട് വർത്തിക്കും. പക്ഷേ
ആ അർദ്ധചന്ദ്രക്കലയും കുത്തുകൊണ്ട പറഞ്ഞില്ലേ, അത് നമ്മളെ കാണിക്കണത് തുരീയാവസ്ഥയാണ്. അവിടെയും ഭഗവാന്റെ ശക്തിയായിട്ട് തന്നെയാണ് ദേവി ഇരിക്കണത്. അപ്പം ഭഗവതിയുടെ സ്വരൂപമില്ല, പിന്നെ ഇല്ലല്ലോ. തുരീയാവസ്ഥയിലെ അരൂപിയാണ്, അതും ഭഗവതി തന്നെയാണ്. കാരണം ഭഗവാന്റെ ശക്തിയാണ്. അപ്പം ഭഗവാൻ തുരീയാവസ്ഥയിൽ ഉള്ളപ്പോൾ ഭഗവാന്റെ ഉള്ളിലുള്ള ശക്തിയും തുരീയാവസ്ഥയിൽ തന്നെയാവും. പക്ഷേ ഭഗവാൻ വേണമെന്ന്, സൃഷ്ടി വേണമെന്ന് വിചാരിക്കുമ്പോൾ ഭഗവതി ഇങ്ങോട്ട് കൊണ്ടുവരികയാണല്ലോ. അപ്പോൾ ഈ അകാരവും ഉകാരവും മകാരവും ശബ്ദങ്ങളും ജാഗ്രത സ്വപ്നം സുഷുപ്തിയൊക്കെ ഇല്ലാണ്ട് പറ്റില്ല. അപ്പോൾ എല്ലാം ഭഗവതി തന്നെയാണെന്ന് പറയുകയാണ്. ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും തുരീയാവസ്ഥയിലും ഒക്കെയുള്ള ശക്തി അങ്ങ് തന്നെയാണ്. പിന്നെയോ ത്വം ഏവം സന്ധ്യ, ഭഗവതി തന്നെയാണ് സന്ധ്യയും. അതായത് 2 സന്ധ്യകൾ, പ്രാതസന്ധ്യയും സായം സന്ധ്യയും. രാവിലത്തെ സന്ധ്യയും വൈകുന്നേരത്തെ സന്ധ്യയും ഒക്കെ ഭഗവതി തന്നെയാണ്. പിന്നെയോ സാവിത്രി ത്വം, സാവിത്രി പറഞ്ഞാൽ ഗായത്രി മന്ത്രം അല്ലേ? സന്ധ്യ സമയത്ത് ജപിക്കേണ്ട ആ ഗായത്രി മന്ത്രവും ഭഗവതി തന്നെയാണ് എന്നാണ് ഇതിൽ പറഞ്ഞത്. അതായത് എല്ലാം ഭഗവതിയാണ് നമ്മൾ ഇവിടെ ചെയ്യണത്. അപ്പോൾ എല്ലാം ഭഗവതിയാണ്. അമൃത ഒക്കെ അതെ പറഞ്ഞില്ലേ. അപ്പോൾ ഈ 3 മാത്രകളുടെ ആ സഹായം കൂടാതെ തന്നെ ശരിക്കും പറയാച്ചാൽ ഭഗവതിയുടെ രൂപമില്ല പിന്നെ അപ്പുറത്തേക്ക് അല്ലേ? അതാണ് പറ്റില്ല പറഞ്ഞ ഈ 3 വാക്കുകൊണ്ട്. അതായത് ശബ്ദമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടെന്നറിയില്ല. പിന്നെ നമ്മൾ കണ്ടുല്ലോ, ഈ ദൃശ്യപ്രപഞ്ചം മുഴുവൻ തന്നെ ഈ ശബ്ദത്തിൽ നിന്നാണ് ഉണ്ടായത് അല്ലേ? അപ്പോൾ തമോ ഗുണാഹങ്കാരത്തിൽ നിന്നാണ് ശബ്ദം ഉണ്ടായത് ആദ്യം. നമ്മൾ അത് ഓർമ്മയ്ക്കുണ്ടല്ലോ അല്ലേ? എന്താ അറിയോ, സത്വഗുണത്തിൽ നിന്ന് നമ്മുടെ എന്താ പറയുക, ഈ അധിഷ്ഠാന ദേവതകളും അന്ധകരണവും മാത്രം ഉണ്ടായി. പിന്നെ രജോ ഗുണത്തിൽ നിന്ന് നമ്മുടെ 10 ഇന്ദ്രിയങ്ങളുണ്ടായി. തമോ ഗുണത്തിൽ നിന്ന് ആദ്യം ഉണ്ടായത് ശബ്ദമാണ്. ഏത്? ആകാശത്തിൻ്റെ തന്മാത്ര ശബ്ദം, പിന്നെ ആകാശം, സ്പർശം, വായു, രൂപം, അഗ്നി അല്ലെങ്കിൽ തേജസ്സോ എന്താ വെച്ചാൽ പറയാം. പിന്നെയോ രസം, ജലം, ഗന്ധം, ഭൂമി. ഈ 5 തന്മാത്രകളും 5 ഭൂതങ്ങളും ഒക്കെ ഉണ്ടായത് തമോ ഗുണാഹങ്കാരത്തിൽ നിന്നാണ് അല്ലേ? അപ്പോൾ ഈ ഭഗവതിയുടെ ഈ തുരീയാവസ്ഥയിലുള്ള രൂപം നമുക്ക് ഈ ശബ്ദം കൊണ്ട് ഉച്ചരിക്കാൻ പറ്റില്ല. അത് ശബ്ദത്തിനും അതീതം, അവസ്ഥകൾക്കും അതീതം, ഗുണങ്ങൾക്കും അതീതം, രൂപവും ഇല്ല. അതാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവതി ആ അർദ്ധമാത്രയോട് കൂടിയ പ്രണവബിന്ദുവും ആണ്. അപ്പോൾ അത് ഭഗവതിയുടെ സ്വരൂപം ഒരിക്കലും ഈ 3 ഇതുകൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഈ വേദത്തിൽ പറയുമല്ലോ, യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ. അതായത് ഈ മനസ്സും വാക്കും ഒന്നും എത്താത്ത സ്ഥലമാണ് ഏത്? ഈ തുരീയാവസ്ഥ. അതും ഭഗവതിയാണെന്ന് പറയാണ്. അതായത് പിന്നെ അക്ഷരരൂപത്തിൽ ഭഗവതി നിത്യമായിട്ട് എന്നും സ്ഥിതി ചെയ്യുന്നുണ്ട്. അക്ഷരം എന്ന് പറഞ്ഞാൽ അക്ഷരമില്ലാത്ത, പിന്നെ അക്ഷരമായിട്ടും ഉണ്ടെന്ന് മാത്രം. അതായത് 3 മാത്രമായിട്ടും ഉണ്ടെന്ന് മാത്രം. അതാണ് അത്. അതിൻ്റെ അർത്ഥം എന്താ? എല്ലാം ഭഗവതിയാണ്. പിന്നെന്താണ്? ഉച്ചരിക്കാനാവാത്ത രൂപത്തോടു കൂടിയവളാണ്. ഉച്ചരിക്കുന്ന ആ ഈ മായാലോകത്തിൽ വേറൊരു ഇതിലാണ്. ശരിക്കുള്ള അരൂപിയായിട്ടുള്ള ഭഗവത് ശക്തിയെ നമുക്ക് ഉച്ചരിക്കാനും സാധിക്കില്ല. മനസ്സിനും വാക്കിനും എല്ലാം അതീതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ സന്ധ്യയും ആണെന്ന് പറഞ്ഞല്ലോ, 2 സന്ധ്യ ആണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഉദയത്തിന് മുമ്പ് 4 നാഴിക ആണത്രേ പ്രാതസന്ധ്യ. അതായത് ഉദയത്തിന് മുമ്പുള്ള സമയമാണ് പ്രാതസന്ധ്യ. ഉദയം പിന്നെ അസ്തമയം കഴിഞ്ഞ് 2 നാഴികയാണ് അത്ര സായം സന്ധ്യ. എന്തായാലും അതൊക്കെ ഭഗവതിയാണ് എന്ന് പറഞ്ഞ്, പിന്നെ എന്താ, സന്ധ്യ സമയത്ത് നമ്മൾ ചെയ്യണ ആ ഗായത്രി മന്ത്രം, അതായത് ഗായത്രി ഉപാസന, അതും ആ ഗായത്രി ഉപാസനയ്ക്ക് ഉപയോഗിക്കുന്ന ഗായത്രി മന്ത്രവും ഭഗവതി തന്നെയാണ്
എല്ലാം ഭഗവതിയാണ് എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്താം. കുറച്ചുകൂടി ശരിക്കും പറയാനുണ്ട്, പക്ഷെ അത് അടുത്ത പ്രാവശ്യമാവാൻ സമയം വൈകി. അപ്പോൾ ഇവിടെ നിർത്താം എന്നിട്ട്. ശ്രീകൃഷ്ണ അർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ദുർഗായൈ നമഃ.